അപ്പൊ റബ്ബ് സർവശക്തനായിരിക്കെ എന്തിനാണ് ഈ സൃഷ്ടികളുടെ ആരാധന എന്ന് പറഞ്ഞ് വിശ്വാസികളെ വല്ലാതെ വിഷമിപ്പിക്കുന്ന കുറെ വാദങ്ങൾ നമ്മൾ കേട്ടുവരുന്നു. അത് വിസ്തരിച്ച് ചർച്ച ചെയ്യേണ്ടതാണ്. ഏറ്റവും ചുരുങ്ങിയത് ഒരു 15 പോയിന്റെങ്കിലും സംബന്ധമായിട്ട് പറയണം. ഏതാനും ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കാൻ ഇന്ന് സമയം ഉണ്ടാവുള്ളൂ എന്നത് നമ്മളെപ്പോഴും പറയുന്നത് പോലെ സമയത്തിന്റെ പരിമിതി ഉൾക്കൊണ്ടുകൊണ്ട് ചിലത് നമ്മൾ പറയണം. പടച്ച റബ്ബ് മനുഷ്യരെയും ജിന്നുവർഗത്തെയും സൃഷ്ടിച്ചത് ആരാധനയ്ക്ക് വേണ്ടിയാണെന്ന് പരിശുദ്ധ ഖുർആൻ വ്യക്തമായി പറയുന്നുണ്ട്. നമ്മളൊക്കെ അറിയുന്ന ആയത്താണ്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. എന്തിനാ റബ്ബിനെ ഇബാദത്ത്? എന്തിനാണ് റബ്ബിനെ ആരാധന? ഇവിടെ സഹോദരന്മാർ മനസ്സിലാക്കില്ല. ഈ ലോകം എന്ന് പറഞ്ഞാൽ അത് റബ്ബ് തആല അവനെ അറിയാൻ വേണ്ടി സൃഷ്ടിച്ച ലളിതമായൊരു ഉപാധിയാണ്. ലോകത്തിന്റെ സങ്കീർണത അറിയാത്തതുകൊണ്ടല്ല ഞാൻ ലളിതം എന്ന് പറഞ്ഞത്. ലോകത്തുള്ള വിവിധങ്ങളായ ഗാലക്സികളെ കുറിച്ച് അറിയാത്തത് കൊണ്ടല്ല, കൊടാനക്കോടി നക്ഷത്രങ്ങളുടെ വൈഭവം തിരിച്ചറിയാത്തത് കൊണ്ടല്ല. റബ്ബിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ലളിതമാണ്. എന്തിനാ റബ്ബ് ഈ ലോകത്തെ പഠിച്ചത്? കുൻതു കൻസൻ മക്നിയൻ. ആരും അറിയാത്തൊരു പ്രത്യേക സംവിധാനം, ആരാരും അറിയാത്ത പ്രത്യേകമായൊരു അവസ്ഥയിലായിരുന്നു ഞാൻ. അങ്ങനെ അറിയപ്പെടണമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ സൃഷ്ടികളെ മൊത്തം സംവിധാനിച്ചു എന്നാണ് റബ്ബ് പറയുന്നത്. അപ്പൊ അറിയപ്പെടാത്തൊരു മഹാസംഭവമായിരുന്നു റബ്ബ്. നമ്മുടെ ഭാഷയ്ക്ക് പരിമിതിയുണ്ട്, നമ്മുടെ ബുദ്ധിക്ക് പരിമിതിയുണ്ട്. ആ റബ്ബിനെ സമ്പൂർണ്ണമായി വിശദീകരിക്കാൻ സാധാരണഗതിയിൽ മനുഷ്യന് സാധ്യമല്ല. അങ്ങനത്തെ ഒരു മഹാസംഭവമായിരുന്നു റബ്ബ്. ആ റബ്ബ് മാത്രമുള്ള ആ ഘട്ടത്തിൽ, ഘട്ടം എന്ന് പറയാൻ പോലും പരിമിതി ഉണ്ട് കേട്ടോ. കാരണം ഈ പ്രപഞ്ചം രൂപീകരിച്ചതിന് ശേഷമാണ് ടൈം ഉണ്ടാവുന്നത്. പ്രപഞ്ചം രൂപപ്പെട്ടതിന് ശേഷമാണ് സമയം ഉണ്ടാവുന്നത്. അതിനുശേഷമാണ് സ്ഥലം ഉണ്ടാവുന്നത്. അപ്പൊ ആ ഒരു സന്ദർഭത്തിൽ എന്ന് പറയാൻ പോലും പരിമിതി ഉണ്ട് നമുക്ക്. അതാണ് ഞാൻ പറഞ്ഞ ഭാഷയ്ക്ക് വലിയ പരിമിതി ഉണ്ട്.